ഷേർലീസ് കുക്കിംഗ് ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ചിക്കന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം മസാലയെല്ലാം ചേർത്ത് അരച്ച് ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ചിരുന്നു. ഞാൻ എണ്ണ ഒഴിച്ചു ഇതിനകത്തോട്ട് വെക്കുകയാണ്. ഇതിനകത്ത് കിടന്ന് വറുത്ത് കോരുന്നില്ല, കുറച്ച് എണ്ണയ്ക്കകത്ത് വേവിച്ച് എടുക്കുകയാണ്. ചിക്കൻ വറുത്ത് മാറ്റി വെച്ച് അത് പകുതി മൂപ്പയായുള്ളൂ. ഇന്ന് സവാള ഇട്ട് വഴറ്റുകയാണ്. ഇതിനകത്ത് തക്കോലം, ഏലയ്ക്ക, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മുടെ സവാളയെല്ലാം വഴറ്റി ഇനി ചിക്കൻ എടുത്ത് വെക്കുകയാണ്. നമ്മുടെ അരി ഇവിടെ ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. തിളച്ച വെള്ളത്തിൽ പൊടിയിട്ട് ഗ്രാമ്പൂ, ഏലയ്ക്ക, പട്ട എല്ലാം ഇട്ട് വേഗം നേരം വെച്ചിട്ട് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്, നല്ല സൂപ്പർ അരി. നമ്മൾ അരി കുറേശ്ശെ ഇട്ട് വറുത്ത് വെച്ച ഇതെല്ലാം ഇട്ടു. ലാസ്റ്റ് സവാള, കശുവണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, മല്ലിയില, പുതിനയില എല്ലാം ഇടുകയാണ്. ഇച്ചിരി മഞ്ഞൾ പൊടിയും ഉപ്പൂടെ കലക്കി ഇതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ്. ഒരല്പം പൈനാപ്പിൾ എസൻസ്, നെയ്യും കൂടെ ചേർക്കുകയാണ്. നമ്മൾ അടച്ചു വെച്ചു. ദമ്മിലാണ് നമ്മൾ വേവിക്കുന്നത്. പാനിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡിയായി. സ്വല്പം നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡിയായി മക്കളെ. ഗ്യാസ് ഓഫാക്കുകയാണ്. നല്ല മണം. നമുക്ക് തുറന്നു നോക്കാം. ആഹാ, അടിപൊളി സൂപ്പർ സാധനം. നമ്മൾ പാത്രത്തിലോട്ട് ആക്കാൻ പോവുക. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. സൂപ്പർ ബിരിയാണി. അപ്പോൾ കഴിക്കാൻ പോവാണ്. ആദ്യം വൈനും കേക്കും, അത് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കുകയാണ്. സൂപ്പറാണ്. കാലങ്ങോട്ട് കടിച്ച് പറിച്ച് തിന്നാൻ പോവാണ്. സൂപ്പർ. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ഇന്ന് ന്യൂ ഇയർ അല്ലേ, അതുകൊണ്ടാണ് ഈ ഫുഡ് ഇന്ന് ഉണ്ടാക്കിയത്. ഓക്കെ, ബൈ.